ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടയാണിത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം, ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരച്ച് ശർക്കര, അതായത് 100 ഗ്രാം ഉണ്ടത്, അത് നമുക്കൊരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ നല്ല തിക്കായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരിച്ചെടുക്കണേ. ഇനി നമുക്ക് ഈ അരിച്ച ശർക്കരപ്പാനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 1.5 കപ്പ് തേങ്ങ ചെരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഒരു 1-2 മിനിറ്റ് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയും കൂടിയിട്ട് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏലക്കയും ശർക്കരയും തേങ്ങയൊക്കെ കൂടി ചേരുമ്പോഴുള്ളൊരു മണം ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ അടിയിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് അടിയിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ 1 കപ്പ് നല്ല തിളച്ച വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയില്ലേ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല നൈസായിട്ടുള്ള പൊടിയാണിത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പൊടിയുടെ വറവ് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ എമൗണ്ടൊക്കെ മാറ്റം വരും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി. ഞാനിപ്പോൾ വീണ്ടും ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ല, അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതേ ഇപ്പം ഞാൻ ഇലയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു ചെറിയ ഉരുളെടുത്തിട്ട് ഇതേപോലെ വിരലൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. എത്രത്തോളം നൈസാക്കി പരത്താൻ പറ്റുമോ അത്രത്തോളം നല്ലത് കേട്ടോ. എപ്പോഴും നല്ല നൈസ് ഇലയുടെയാണ് ടേസ്റ്റ് കൂടുതൽ. പ്രത്യേകിച്ച് മാവിലൊക്കെ വേവിച്ചെടുക്കുമ്പോൾ അതാണ് ഏറ്റവും രുചി. ഇതേപോലെ എല്ലാ സൈഡിലേക്കും ഇതങ്ങോട്ട് പരത്തിയെടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാ സൈഡിലേക്കും പരത്തിയതിന് ശേഷം നമുക്ക് വിരൽ വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള മാവൊക്കെ ഇതേപോലെ ഒന്ന് വടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ടുള്ള അട കിട്ടും നമുക്ക്. എനിക്ക് ഈ ടിപ്പ് കിട്ടിയത് നമ്മുടെ വീണ ചേച്ചിയുടെ അടുത്തുനിന്നാണ് കേട്ടോ. വീണാസ് കറിവെള്ളി വീണ ചേച്ചിയില്ലേ, ചേച്ചിയുടെ ചക്കടയിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നൈസായിട്ട് അട കിട്ടാനായിട്ട് ഇതേപോലെ വടിച്ചെടുത്താൽ മതിയെന്ന്. അപ്പോൾ താങ്ക് യു വീണ ചേച്ചി. ഇനി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഫില്ലിങ് വെച്ച് കൊടുക്കാം. എനിക്ക് നല്ല മധുരമായിട്ടാണ് ഇഷ്ടം അട. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം, നല്ല ഒരുപാട് അറ്റത്തേക്ക് വെച്ച് കൊടുക്കണ്ട. എന്നിട്ട് നമുക്ക് മടക്കിയിട്ട് അറ്റമൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ അതിൽ തന്നെ ഇരിക്കും. തീരെ ഒലിച്ചൊന്നും വരില്ല ശർക്കരയൊന്നും മാവിൽ വേവിച്ചെടുക്കുമ്പോൾ. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നടുക്ക് വെച്ചിട്ട് അരികത്തൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും വെച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു അളവിൽ നിന്ന് ശരിക്കും 5 അടയാണ് കിട്ടിയത്. വീഡിയോയിൽ ഞാൻ 3 അടയെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ശരിക്കും 5 അട കിട്ടി. ഇനി നമുക്കൊരു ഇഡ്ഡലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അട വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം തുറന്നാൽ മതി കേട്ടോ അതിലൊക്കെ.
അപ്പോൾ ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ശരിക്കും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു അടയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടമാവും നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.